ആര് ഭരിക്കണമെന്ന് ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. ഇനി ഉറ്റുനോക്കുന്നത് മെയ് 4 ആ വോട്ടെണ്ണൽ ദിനത്തിലേക്കാണ്. എന്നാൽ അതിനു മുൻപേ കേരളത്തിന്റെ മനസ്സ് എങ്ങോട്ടാണെന്ന സൂചനകൾ നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ രാഷ്ട്രീയ കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടലിലാണ്. 2021 പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തുടർച്ചയായ രണ്ടാം ഭരണം നേടി ചരിത്രം കുറിച്ച ഇടത് മുന്നണിക്ക് 5 വർഷങ്ങൾക്കിപ്പുറം തങ്ങളുടെ ഉരുക്കുകോട്ടകൾ ഓരോന്നായി നഷ്ടപ്പെടുകയാണോ? ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഞ്ഞടിക്കലിൽ ചുവപ്പുകോട്ടകളിൽ വിള്ളൽ വീണു. അതോ കഴിഞ്ഞ തവണ തകർന്നടിഞ്ഞ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഭരണ തുടർച്ചയുടെ മോഹങ്ങളെ തകർത്ത് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരികയാണോ? തെക്കൻ കേരളത്തിൽ BJP നടത്തുന്ന അപ്രതീക്ഷിത മുന്നേറ്റം മുതൽ മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ട് ബാങ്കുകളിലുണ്ടായ വൻ മാറ്റങ്ങൾ വരെ തീരദേശ മേഖലയിലെയും മലയോര മേഖലകളിലെയും കർഷക രോഷം വോട്ടുകളായി മാറിയപ്പോൾ ആർക്കാണ് പിഴച്ചത്? ആർക്കാണ് നേട്ടം? കാസർഗോഡ് ജില്ലയുടെ രാഷ്ട്രീയ ഭൂമിക എന്നും വൈവിധ്യമാർന്ന പോരാട്ടങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. വടക്കൻ കേരളത്തിന്റെ കവാടമായ ഇവിടെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ സാന്നിധ്യവും കർണാടകയുമായുള്ള അതിർത്തി പങ്കിടലും രാഷ്ട്രീയ ചലനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങളിൽ 3 ഇടതുമുന്നണിയും 2 UDFും വിജയിച്ചപ്പോൾ ജില്ലയുടെ രാഷ്ട്രീയ ചിത്രം LDFന് അനുകൂലമായിരുന്നു. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, ഉദുമ എന്നീ മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ കോട്ടകളായി നിലകൊള്ളുമ്പോൾ കാസർഗോഡും മഞ്ചേശ്വരവും UDFന്റെ ഉറച്ച മണ്ഡലങ്ങളായി തുടർന്നു. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ചിത്രം വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ജില്ലയിൽ ഇത്തവണ പ്രകടമാകുന്ന പ്രധാന മാറ്റം ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം രൂപപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രീകൃതമായ വിയോജിപ്പുകളാണ്. ഇത് ഇടതുമുന്നണിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ മണ്ഡലങ്ങളായ കാസർഗോഡ്, മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ UDF കൃത്യമായ വിജയം ഉറപ്പാക്കുന്നുണ്ട്. ഇവിടെ BJP ശക്തമായ ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിലും ന്യൂനപക്ഷ ഏകീകരണം UDFന് തുണയാകുന്നു. അതേസമയം ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായ തൃക്കരിപ്പൂരിൽ LDF വിജയം ഉറപ്പിക്കുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടാവാൻ സാധ്യതയുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം ജില്ലയിലെ 5 സീറ്റുകളിൽ 3 UDF ഉറപ്പിക്കുമ്പോൾ, അതായത് കാസർഗോഡ്, മഞ്ചേശ്വരം, കാഞ്ഞങ്ങാട് എന്നിങ്ങനെ 1 LDF ഉറപ്പിക്കുന്നു. എന്നാൽ ഉദുമ മണ്ഡലത്തിൽ ഫലം പ്രവചനാതീതമായി തുടരുന്നു. കണ്ണൂർ ജില്ലയുടെ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളുടെയും കരുത്തുറ്റ സംഘടനാ സംവിധാനത്തിന്റെയും കഥയാണ് പറയുന്നത്. CPMന്റെ ഉരുക്കുകോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന മണ്ണിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകളിൽ 9 തൂത്തുവാരി ഇടതുമുന്നണി തങ്ങളുടെ അപ്രമാദിത്വം തെളിയിച്ചിരുന്നു. പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ധർമ്മടം തുടങ്ങിയ മണ്ഡലങ്ങൾ എക്കാലത്തും ചുവപ്പുകോട്ടകളായി നിലകൊള്ളുമ്പോൾ പേരാവൂർ, ഇരിക്കൂർ തുടങ്ങിയ ഇടങ്ങളിൽ മാത്രമാണ് UDFന് ആശ്വാസം കണ്ടെത്താൻ സാധിച്ചിരുന്നത്. എന്നാൽ 2026 എക്സിറ്റ് പോൾ ഫലങ്ങൾ കണ്ണൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഒരു വൻ അട്ടിമറിക്കാണ് സാധ്യത കൽപ്പിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്നെ ജില്ലയായി ഇവിടെ 11 സീറ്റുകളിൽ 6 UDF വിജയിക്കുമെന്ന കണ്ടെത്തൽ രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്തും ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായ മട്ടന്നൂരിലും ഇത്തവണ LDF വിജയം ഉറപ്പിക്കുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷത്തിൽ സംഭവിക്കുന്ന വലിയ ഇടിവ് CPMന് ആത്മപരിശോധനയ്ക്ക് വക നൽകുന്നതാണ്. എക്സിറ്റ് പോൾ പ്രകാരം UDF 6 സീറ്റുകളിലും LDF 5 സീറ്റുകളിലുമാണ് ജില്ലയിൽ നേടാൻ പോകുന്നത്. ഇരിക്കൂർ, പേരാവൂർ എന്നീ മണ്ഡലങ്ങളിൽ UDF ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമ്പോൾ കണ്ണൂർ, അഴീക്കോട്, കൂത്തുപറമ്പ് തുടങ്ങിയ മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികളെ അട്ടിമറി വിജയം നേടുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. കോഴിക്കോട് ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇടതും വലതും ഒരുപോലെ കരുത്ത് കാണിച്ചിട്ടുള്ള മണ്ണാണെങ്കിലും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഇടതുമുന്നണിക്ക് അപ്രമാദിത്വമുള്ള ചിത്രമാണ് നാം കണ്ടുപോരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 13 സീറ്റുകളിൽ 11 തൂത്തുവാരി LDF വൻ വിജയം ആഘോഷിച്ചിരുന്നു. കോൺഗ്രസിനും UDFനും വലിയ തോതിൽ അടിത്തറ നഷ്ടപ്പെട്ട ജില്ലയായി കോഴിക്കോട് മാറിയെന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് 2026 ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുന്നത്. ഒരു പതിറ്റാണ്ടിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ UDF നടത്തുന്ന സ്വപ്നതുല്യമായ തിരിച്ചുവരവാണ് ഈ സർവേ പ്രവചിക്കുന്നത്. 13 8 സീറ്റുകൾ നേടി UDF ജില്ലയിൽ ആധിപത്യം ഉറപ്പിക്കുമ്പോൾ ഇടതുമുന്നണി കേവലം 5 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ പ്രകടമാകുന്നത്. പേപ്പൂർ, കൊയിലാണ്ടി തുടങ്ങിയ മണ്ഡലങ്ങളിൽ LDF കടുത്ത പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ഭരണവിരുദ്ധ തരംഗത്തിൽ പല സീറ്റുകളും കൈവിട്ടു പോകുന്ന അവസ്ഥയാണുള്ളത്. ബാലുശ്ശേരി, പേരാമ്പ്ര തുടങ്ങിയ ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത കരുത്തുറ്റ മണ്ഡലങ്ങളിൽ പോലും ഇത്തവണ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഉറപ്പിച്ചു പറയാവുന്ന സീറ്റുകൾ 5 ചുരുങ്ങുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾക്കൊപ്പം മധ്യവർത്തി വോട്ടുകളും UDFിലേക്ക് മറിഞ്ഞത് ജില്ലയുടെ രാഷ്ട്രീയ ഭൂപടത്തെ അടിമുടി മാറ്റിവരച്ചിരിക്കുകയാണ്. വയനാട് ജില്ലയുടെ രാഷ്ട്രീയ ഭൂമിക എന്നും UDFന് അനുകൂലമായ കാറ്റ് വീശുന്ന മണ്ണാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷവും ഇവിടെ ശക്തമായ സാന്നിധ്യം അറിയിക്കാറുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 3 സീറ്റുകളിൽ 2 അതായത് സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും UDF നേടിയപ്പോൾ 1 മാനന്തവാടി മാത്രം ഇടതുമുന്നണി പിടിച്ചെടുത്തിരുന്നു.
എന്നാൽ 2026 ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ജില്ലയിൽ പൂർണ്ണമായ ഒരു UDF തരംഗം ആഞ്ഞടിക്കുന്നു എന്നാണ്. 3 മണ്ഡലങ്ങളിലെയും UDF സ്ഥാനാർത്ഥികൾ ആധികാരികമായ വിജയം നേടുമെന്ന് പ്രവചിക്കപ്പെടുമ്പോൾ ജില്ലയിൽ ഇടതുപക്ഷത്തിന് സീറ്റുകളൊന്നുമില്ലാത്ത അവസ്ഥയാണ് സംജാതമാകുന്നത്. ഈ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് പിന്നിലെ പ്രധാന ചാലകശക്തി ഗാന്ധി കുടുംബം വയനാട് കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളാണെന്ന് നിസ്സംശയം പറയാം. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എന്ന നിലയിൽ വയനാട് ദേശീയ ശ്രദ്ധാ കേന്ദ്രമായതും തുടർന്ന് പ്രിയങ്ക ഗാന്ധി വയനാട് MP ആയി എത്തിയതും UDFന്റെ ആത്മവിശ്വാസം വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ നേരിട്ടുള്ള പ്രചരണവും വയനാടൻ ജനതയുമായുള്ള അവർ പുലർത്തുന്ന വൈകാരികമായ ബന്ധവും വോട്ടർമാരെ UDFന് അനുകൂലമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. 2024 മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങളിലെ പാളിച്ചകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടുകളും ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ UDF സജീവമായി ഉയർത്തിക്കൊണ്ടുവന്നത് അവർക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കി. മലപ്പുറം ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രം എക്കാലത്തും മുസ്ലിം ലീഗിന്റെയും UDFന്റെയും അപ്രമാദിത്വം വിളിച്ചോതുന്നതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ഈ ജില്ലയിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 16 സീറ്റുകളിൽ 12 എണ്ണവും UDF നേടിയപ്പോൾ 4 സീറ്റുകൾ മാത്രമാണ് ഇടതുമുന്നണിക്ക് ലഭിച്ചത്. താനൂർ, തിരൂരങ്ങാടി, നിലമ്പൂർ, പൊന്നാനി എന്നിവിടങ്ങളിൽ ഇടതുപക്ഷം എന്ന ശക്തമായ സാന്നിധ്യം അറിയിച്ചിരുന്നു. എന്നാൽ 2026 എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് മലപ്പുറത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ മുന്നേറ്റമാണ് ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. ജില്ലയിലെ 16 മണ്ഡലങ്ങളിൽ 15ഇടത്തും UDF ആധിപത്യം ഉറപ്പിക്കുമ്പോൾ ഇടതുമുന്നണിക്ക് ഒരിടത്ത് പോലും വിജയം ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വൻ രാഷ്ട്രീയ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം മലപ്പുറത്തെ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള അത്ഭുതപൂർവമായ ഏകീകരണമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തോടുള്ള ശക്തമായ എതിർപ്പും സർക്കാരിന്റെ നയങ്ങളിലുള്ള അതൃപ്തിയും മലപ്പുറത്തെ വോട്ടർമാരെ UDFലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ പരീക്ഷണശാലകളായിരുന്ന നിലമ്പൂർ, താനൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ UDF ഇത്തവണ അട്ടിമറി വിജയമാണ് ലക്ഷ്യമിടുന്നത്. നിലമ്പൂരിലെ PV അൻവർ ഫാക്ടറും തുടർന്നുള്ള രാഷ്ട്രീയ ചലനങ്ങളും ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയായി എക്സിറ്റ് പോൾ വിലയിരുത്തുന്നു. പാലക്കാട് ജില്ലയുടെ രാഷ്ട്രീയ ഭൂമിക ഇന്നും കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 12 സീറ്റുകളിൽ 7 എണ്ണത്തിൽ വിജയിച്ച് ഇടതുമുന്നണി വ്യക്തമായ മേധാവിത്വം പുലർത്തിയിരുന്നു. UDF 5 സീറ്റുകളിലേക്ക് ചുരുങ്ങിയെങ്കിലും പാലക്കാട് നഗരമണ്ഡലത്തിൽ BJP ഉയർത്തിയ കടുത്ത വെല്ലുവിളി ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു. എന്നാൽ 2026 എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഇടതുമുന്നണി തങ്ങളുടെ മേൽക്കൈ നിലനിർത്തുമെന്ന് തന്നെയാണ്. 7 സീറ്റുകളിൽ ഇടതുമുന്നണി വിജയം ഉറപ്പിക്കുമ്പോൾ UDFന് 4 സീറ്റുകളിൽ മാത്രമേ ആധിപത്യം ഉറപ്പിക്കാൻ കഴിയുള്ളൂ. ഒരു സീറ്റിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നുണ്ടെങ്കിലും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറാനാണ് സാധ്യത. മലമ്പുഴയിൽ LDF വിജയം ഉറപ്പിക്കുമ്പോൾ BJP അവിടെ 2ാം സ്ഥാനത്തിനായി UDFുമായി മല്ലിടുകയാണ്. ചുരുക്കത്തിൽ കേരളമൊട്ടാകെ UDF തരംഗം ആഞ്ഞടിക്കുമ്പോഴും പാലക്കാട് ജില്ലയിൽ സംഘടനാപരമായ കെട്ടുറപ്പും BJP ഉണ്ടാക്കുന്ന വോട്ട് വിഭജനവും ഇടതുമുന്നണിക്ക് വലിയ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കുന്നു എന്നാണ് എക്സിറ്റ് പോൾ നൽകുന്ന സൂചന. തൃശൂർ ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ സാംസ്കാരിക തലസ്ഥാനത്തെ ജനത എന്നും പ്രവചനാതീതമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണെന്ന് കാണാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 12ഇടത്തും വിജയിച്ച് ഇടതുമുന്നണി ഏകപക്ഷീയമായ ആധിപത്യം പുലർത്തിയിരുന്നു. UDFന് ചാവക്കാട് തീരദേശത്തെ കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ പോലുള്ള മണ്ഡലങ്ങളിൽ പോലും തിരിച്ചടി നേരിടേണ്ടി വന്നപ്പോൾ കുന്നംകുളത്ത് മാത്രമാണ് അന്ന് UDFന് ആശ്വസിക്കാൻ വകയുണ്ടായിരുന്നത്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ BJP നേടിയ ചരിത്ര വിജയം ജില്ലയുടെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി മാറ്റിമറിച്ചു. ഈ മാറ്റത്തിന്റെ പ്രതിഫലനമായാണ് 2026 എക്സിറ്റ് പോൾ ഫലങ്ങളിലും കാണാൻ സാധിക്കുന്നത്. ഇടതുമുന്നണി കഴിഞ്ഞ തവണത്തെ 12 സീറ്റുകളിൽ നിന്ന് 6 സീറ്റുകളിലേക്ക് കുത്തനെ ഇടിയുമ്പോൾ UDF 4 സീറ്റുകൾ ഉറപ്പിക്കുകയും ബാക്കി 3 സീറ്റുകളിൽ അതിശക്തമായ ത്രികോണ പോരാട്ടം നടത്തുകയുമാണ്. ഈ രാഷ്ട്രീയ മാറ്റത്തിന് പിന്നിലെ പ്രധാന ഘടകം BJPയുടെ വോട്ട് വിഹിതത്തിലുണ്ടായ കുതിച്ചുചാട്ടമാണ്. സുരേഷ് ഗോപി എഫക്ട് ജില്ലയിലെ പല മണ്ഡലങ്ങളിലെയും BJP 3ാം സ്ഥാനത്ത് നിന്ന് 1ാമത്തെയോ 2ാമത്തെയോ എത്തിച്ചിരിക്കുന്നു. തൃശൂർ നഗരമണ്ഡലത്തിലും നാട്ടിക, പുതുക്കാട് തുടങ്ങിയിടങ്ങളിലും വോട്ടുകൾ 3ആയി ഭിന്നുന്നത് LDFന്റെ ഉറച്ച ബാങ്കുകളിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ സർക്കാരിനോടുള്ള അതൃപ്തി UDFന് അനുകൂലമായൊരു ഏകീകരണത്തിന് വഴിതെളിച്ചു. എറണാകുളം ജില്ലയുടെ രാഷ്ട്രീയ മസ്തിഷ്കം എക്കാലത്തും UDFന്റെ ഹൃദയമെടുപ്പിനൊപ്പം സഞ്ചരിച്ചിട്ടുള്ള ഒന്നാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളമൊട്ടാകെ ഇടതുതരംഗം ആഞ്ഞടിച്ചപ്പോഴും 14ൽ 9 സീറ്റുകൾ നിലനിർത്തി UDF തങ്ങളുടെ കരുത്ത് തെളിയിച്ച മണ്ണാണിത്. തൃക്കാക്കര, എറണാകുളം, പറവൂർ, ആലുവ തുടങ്ങിയ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ
അടിയുറച്ച കോട്ടകളായി നിലകൊള്ളുമ്പോൾ കൊച്ചി നഗരസഭയ്ക്കും വ്യവസായ മേഖലകൾക്കും ഇടയിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ പലപ്പോഴും LDFന് ചില ആശ്വാസ വിജയങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. എന്നാൽ 2026 എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ജില്ലയിൽ UDF സമാനതകളില്ലാതെ ഒരു ആധിപത്യം ഉറപ്പിക്കുന്നു എന്നാണ്. 14 മണ്ഡലങ്ങളിൽ 12 ഇടത്തും UDF വിജയം ഉറപ്പിക്കുമ്പോൾ ഇടതുമുന്നണിക്ക് തങ്ങളുടെ ഉറച്ച സീറ്റുകൾ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇവിടെ ദൃശ്യമാകുന്നത്. ഈ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് പിന്നിലെ പ്രധാന ചാലകശക്തി മധ്യ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ക്രൈസ്തവ വോട്ട് ബാങ്കുകൾക്കിടയിൽ സർക്കാരിനോടുള്ള കടുത്ത അതൃപ്തിയാണ്. റബ്ബർ വില മുതൽ ബഫർ സോൺ വരെയുള്ള വിഷയങ്ങളും സഭാ തർക്കങ്ങളിൽ സർക്കാരിന്റെ നിലപാടുകളും ന്യൂനപക്ഷങ്ങളെ UDFിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ജില്ലയിലെ രാഷ്ട്രീയ ചിത്രം മാറ്റിവരയ്ക്കുന്നത് കിഴക്കൻ മേഖലയിലെ 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്തവണ വഹിക്കുന്നത് അതിനിർണായകമായൊരു പങ്കാണ്. കുന്നത്തുനാട്, കോതമംഗലം, പെരുമ്പാവൂർ, ഐരാപുരം തുടങ്ങിയ മേഖലകളിൽ 2020 നടത്തുന്ന ശക്തമായ മുന്നേറ്റം ഇത്തവണ LDFനെയാണ് കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലമായ പറവൂർ, ഹൈബി ഈഡൻ MPയുടെ സ്വാധീന മേഖലയായ എറണാകുളം തുടങ്ങിയിടങ്ങളിൽ UDFന് വെല്ലുവിളികളില്ല. അതേസമയം മൂവാറ്റുപുഴ, അങ്കമാലി എന്നീ മണ്ഡലങ്ങളിൽ UDF ഭൂരിപക്ഷം റെക്കോർഡുകൾ ഭേദിക്കാനാണ് സാധ്യത. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം കളമശ്ശേരി പോലുള്ള മണ്ഡലങ്ങളിൽ പോലും ഇത്തവണ നിലനിൽപ്പ് പ്രതിസന്ധിയിലായിരിക്കുന്നു. ഇടുക്കി ജില്ലയുടെ രാഷ്ട്രീയ ചിത്രം എന്നും മലയോര ജനതയുടെ അതിജീവന പോരാട്ടങ്ങളായും ഭൂമി സംബന്ധ പ്രശ്നങ്ങളായും ഇഴചേർന്നു നിൽക്കുന്നതാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 5 സീറ്റുകളിൽ 4 എണ്ണവും, അതായത് ഇടുക്കി, ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം LDF നേടിയപ്പോൾ UDFന് തൊടുപുഴയിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. കേരള കോൺഗ്രസ് എം LDFിലേക്ക് ചേക്കേറിയത് ജില്ലയിൽ ഇടതുമുന്നണിക്ക് വലിയ കരുത്താണ് നൽകിയത്. എന്നാൽ 2026 എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇടുക്കിയിൽ വലിയ രാഷ്ട്രീയ അട്ടിമറിക്ക് സാധ്യത കൽപ്പിക്കുന്നു. കഴിഞ്ഞ തവണ തകർന്നടിഞ്ഞ UDF ഇത്തവണ 3 സീറ്റുകൾ നേടി ജില്ലയിൽ ശക്തമായി തിരിച്ചുവരവ് നടത്തുന്നു എന്നാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജില്ലയിലെ 5 സീറ്റുകളിൽ 3 എണ്ണം UDF ഉറപ്പിക്കുമ്പോൾ ഒരിടത്ത് മാത്രം, അത് മിക്കവാറും ഉടുമ്പൻചോലയിൽ, LDFന് വിജയസാധ്യത കൽപ്പിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന്റെ സ്വാധീന മേഖലകളിൽ കോൺഗ്രസ് നേരിട്ട് നടത്തിയ കടന്നുകയറ്റവും കർഷകരുടെ അതൃപ്തിയും ഇടുക്കിയെ വീണ്ടും UDF പക്ഷത്തേക്ക് ചായച്ചിരിക്കുകയാണ്. കോട്ടയം ജില്ലയുടെ രാഷ്ട്രീയ ചിത്രം എക്കാലത്തും കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളുടെയും ക്രൈസ്തവ വോട്ട് ബാങ്കുകളുടെയും നിലപാടുകളുമായി കെട്ടിപ്പിണഞ്ഞാണ് കിടക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 9 സീറ്റുകളിൽ 5 എണ്ണം LDF നേടിയപ്പോൾ UDFന് അന്ന് 4 സീറ്റുകളാണ് ലഭിച്ചത്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലേക്ക് മാറിയത് കോട്ടയത്തെ UDF കോട്ടകളിൽ വലിയ വിള്ളൽ വീഴ്ത്തിയിരുന്നു. എന്നാൽ 2026 എക്സിറ്റ് പോൾ ഫലങ്ങൾ കോട്ടയത്ത് UDFന്റെ ശക്തമായ തിരിച്ചുവരവാണ് പ്രവചിക്കുന്നത്. 9 മണ്ഡലങ്ങളിൽ 6 സീറ്റുകൾ UDF ഉറപ്പിക്കുമ്പോൾ ഇടതുമുന്നണി 2 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയാണ് സർവേ വ്യക്തമാക്കുന്നത്. ഈ രാഷ്ട്രീയ മാറ്റത്തിന് പിന്നിലെ പ്രധാന ഘടകം ക്രൈസ്തവ വോട്ടുകൾക്കിടയിൽ സർക്കാരിനോടുള്ള കടുത്ത അതൃപ്തിയാണ്. പത്തനംതിട്ട ജില്ലയുടെ രാഷ്ട്രീയ ചിത്രം എന്നും വലിയ അട്ടിമറികൾക്കും അപ്രതീക്ഷിത മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒന്നാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും, അതായത് ആറന്മുള, കോന്നി, അടൂർ, തിരുവല്ല, റാന്നിയിൽ വിജയിച്ച ഇടതുമുന്നണി ചരിത്രപരമായ ഒരു ആധിപത്യം ഉറപ്പിച്ചിരുന്നു. ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ വൈകാരിക ചലനങ്ങൾക്കിടയിലും UDFന് ഒരൊറ്റ സീറ്റ് പോലും വിജയിക്കാൻ കഴിയാതെ പോയത് വലിയ തിരിച്ചടിയായിരുന്നു. എന്നാൽ 2026 എക്സിറ്റ് പോൾ ഫലങ്ങൾ പത്തനംതിട്ടയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ UDFന്റെ ശക്തമായ തിരിച്ചുവരവാണ് പ്രവചിക്കുന്നത്. 0 സീറ്റിൽ നിന്ന് 3 സീറ്റുകളിലേക്ക് UDF കുതിക്കുമ്പോൾ ഇടതുമുന്നണിക്ക് ഇത്തവണ വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ചയാണ് നേരിടേണ്ടി വരുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതിനിധീകരിക്കുന്ന ആറന്മുളയിൽ ഇത്തവണ കടുത്ത ഭരണവിരുദ്ധ വികാരം പ്രകടമാണ്. ജില്ലയിൽ BJP ശരാശരി 25% വോട്ട് നിലനിർത്തുന്നത് പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സര പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രം എക്കാലത്തും ഇടതുപക്ഷ ചിന്താഗതികൾക്കൊപ്പവും തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കൊപ്പവും ആഴത്തിലുള്ള ഒരു വേരോട്ടമുള്ള മണ്ണാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 9 സീറ്റുകളിൽ 8 എണ്ണവും തൂത്തുവാരി ഇടതുമുന്നണി തങ്ങളുടെ കരുത്ത് തെളിയിച്ചിരുന്നു. രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് മാത്രമാണ് അന്ന് UDFന് ആശ്വാസത്തിന് വക നൽകിയത്. എന്നാൽ 2026 എക്സിറ്റ് പോൾ ഫലങ്ങൾ ആലപ്പുഴയിൽ വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ സൂചനകളാണ് നൽകുന്നത്. UDF 5 സീറ്റുകൾ നേടി ജില്ലയുടെ മേൽക്കൈ നേടുമ്പോൾ ഇടതുമുന്നണി 3 സീറ്റുകളിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചേർത്തല, കായംകുളം, അരൂർ, ഹരിപ്പാട് എന്നീ മണ്ഡലങ്ങളിൽ UDF വിജയം ഉറപ്പാക്കുന്നു എന്നാണ് എക്സിറ്റ് പോൾ സൂചിപ്പിക്കുന്നത്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല തന്റെ ആധിപത്യം തുടരുന്നു. LDFനെ സംബന്ധിച്ചിടത്തോളം ചെങ്ങന്നൂർ, മാവേലിക്കര എന്നീ മണ്ഡലങ്ങളിൽ മാത്രമാണ് നിലവിൽ വിജയസാധ്യത കൽപ്പിക്കുന്നത്. കൊല്ലം ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് ഇടതുപക്ഷത്തിന് എന്നും വലിയ സ്വാധീനമുള്ളൊരു മണ്ണാണെന്ന് കാണാം. തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കും കശുവണ്ടി തൊഴിലാളികൾക്കും വലിയ വേരോട്ടമുള്ള ഇവിടെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകളിൽ 9 എണ്ണവും തൂത്തുവാരി ഇടതുമുന്നണി തങ്ങളുടെ ആധിപത്യം തെളിയിച്ചിരുന്നു. UDF അന്ന് കരുനാഗപ്പള്ളിയിലും കുണ്ടറയിലും അട്ടിമറി വിജയമാണ് നേടിയത്. ചാത്തന്നൂർ, ചടയമംഗലം, പുനലൂർ തുടങ്ങിയ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളിൽ വലിയ ഭൂരിപക്ഷത്തിനാണ് LDF സ്ഥാനാർത്ഥികൾ അന്ന് വിജയിച്ചത്.
വിജയിച്ചു കയറിയത്. എന്നാൽ 2026 ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൊല്ലം ജില്ലയിൽ വലിയൊരു രാഷ്ട്രീയ അട്ടിമറിക്ക് സാധ്യത കൽപ്പിക്കുന്നു. കഴിഞ്ഞ തവണത്തെ 9 സീറ്റുകളിൽ നിന്ന് ഇടതുമുന്നണി കേവലം 2 സീറ്റുകളിലേക്ക് ചുരുങ്ങുമ്പോൾ UDFന് 7 സീറ്റുകൾ നേടി ജില്ലയിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത്. KB ഗണേഷ് കുമാറിന്റെ വ്യക്തിപരമായ സ്വാധീനം പത്തനാപുരത്ത് LDFന് തുണയാകുമ്പോൾ കൊട്ടാരക്കരയിൽ കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഇടതുപക്ഷം വിജയിച്ചു കയറാനാണ് സാധ്യത. എന്നാൽ കരുനാഗപ്പള്ളി, കുന്നത്തൂർ, ചാത്തന്നൂർ എന്നീ മണ്ഡലങ്ങളിൽ ഇത്തവണ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ രാഷ്ട്രീയ ചിത്രം എന്നും വൈവിധ്യമാർന്ന അടിയൊഴുക്കുകൾക്കും ത്രികോണ മത്സരങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന മണ്ണാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 14 സീറ്റുകളിൽ 13 തൂത്തുവാരി ഇടതുമുന്നണി ചരിത്രപരമായ ആധിപത്യം ഉറപ്പിച്ചിരുന്നു. എന്നാൽ 2026 എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം തലസ്ഥാന ജില്ലയിൽ ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നാണ് സൂചന. ജില്ലയിൽ 14 സീറ്റുകളിൽ LDF 7ലേക്ക് ചുരുങ്ങുമ്പോൾ UDF 3 സീറ്റുകൾ ഉറപ്പിക്കുകയും BJP 2 സീറ്റുകളിലൂടെ ചരിത്രപരമായൊരു മുന്നേറ്റം നടത്തുകയും ചെയ്യുന്നു. ഈ നിർണായകമായ മാറ്റത്തിന് പിന്നിലെ പ്രധാന ഘടകം നഗരമണ്ഡലങ്ങളിൽ രൂപപ്പെട്ട ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരവും ത്രികോണ മത്സരങ്ങളിലെ വോട്ട് വിഭജനവുമാണ്. BJP ഇത്തവണ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വച്ച് പുലർത്തുന്ന ജില്ലയാണിത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം നേമം, കഴക്കൂട്ടം എന്നീ 2 മണ്ഡലങ്ങളിൽ BJPക്ക് വിജയസാധ്യത കാണുന്നുമുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം വട്ടിയൂർക്കാവ്, അരുവിക്കര, കോവളം എന്നീ മണ്ഡലങ്ങളിൽ അവർ ആധിപത്യം ഉറപ്പിക്കുന്നു. വട്ടിയൂർക്കാവിൽ VK പ്രശാന്തിനെതിരെ K മുരളീധരൻ നയിച്ച ശക്തമായ പോരാട്ടം ഫലം കണ്ടു എന്നാണ് എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം LDFന്റെ ഉറച്ച കോട്ടകളായ ആറ്റിങ്ങൽ, വർക്കല, ചിറയൻകീഴ് എന്നീ മണ്ഡലങ്ങളിൽ ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിക്കുമ്പോഴും സംഘടനാ കരുത്തിൽ ഇടതുപക്ഷം പിടിച്ചു നിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ 13 സീറ്റുകളിൽ നിന്ന് 7ലേക്ക് LDF താഴുന്നത് തലസ്ഥാന നഗരയിൽ സർക്കാരിനെതിരെയുള്ള ജനവിധി എത്രത്തോളം ശക്തമാണെന്ന് കാണിക്കുന്നു. BJP 2 സീറ്റുകൾ നേടുന്നത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു അധികാര കേന്ദ്രത്തിന്റെ ഉദയമായും UDF നില മെച്ചപ്പെടുത്തി അവരുടെ തിരിച്ചുവരവിന്റെ ഭാഗമായും കണക്കാക്കാം. 2 സീറ്റുകളിൽ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത്. അവിടെ അവസാന നിമിഷം സംഭവിക്കുന്ന വോട്ട് മാറ്റങ്ങൾ ഫലത്തെ മാറ്റിമറിക്കാനും സാധ്യതയുണ്ട്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശരിയാവുകയാണെങ്കിൽ വരാനിരിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ ദിനങ്ങളാണ്. ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളിൽ വീണ വിള്ളലുകളും UDFന്റെ അപ്രതീക്ഷിത കുതിപ്പും BJPയുടെ സാന്നിധ്യവുമെല്ലാം ചേർന്ന് കേരള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ ദിശയിലേക്കാണ് നയിക്കുന്നത്. എങ്കിലും അന്തിമ വിധി അറിയാൻ നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കേണ്ടതുണ്ട്. ജനവിധി എന്തായാലും അത് വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മിറർ.